ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്, തീർത്ഥാടനത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അതായത് ശബരിമല അയ്യപ്പൻ്റെ എരുമേലിയിലുള്ള അയ്യപ്പൻ്റെ അമ്പലവും തൊട്ട് നേരെയുള്ള വാവർ പള്ളിയും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലെ ഇങ്ങനെ വന്നപ്പോഴാണ് കണ്ണൻ എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഇറങ്ങി ഒരു വീഡിയോ എടുക്കണം എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ ഇറങ്ങിയതാണ്. പക്ഷേ ഞാൻ ഈ റോട്ടിലാണ് നിൽക്കുന്നതെങ്കിലും വളരെ ശക്തിയുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. തൊട്ടടുത്ത് വാവറപള്ളി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പേട്ടതുള്ളി. അതായത് കന്നി അയ്യപ്പന്മാർ ആദ്യമായിട്ട് മലയ്ക്ക് പോകാൻ വരുന്ന അയ്യപ്പന്മാർ ഇവിടെ ഇരുന്ന് പേട്ട തുള്ളിയതിന് ശേഷം വാവറസ്വാമിയെയും കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയ്യപ്പനെ കാണുന്നത്. പേട്ട ശാസ്താവിന്റെ അമ്പലമാണിത്. അപ്പൊ ഈ കാണുന്നതാണ് രാവിലെ തുറക്കുള്ളു. ഇത് വാവരിക്കും, വാവർക്ക് സ്ഥാനം കൊടുത്തേക്കണേ. ഇത് വാവർ സ്വാമി, ഇത് വാവർ സ്വാമി ഇരിക്കണ ഇതാണ്, ഇരിപ്പിടമാണ്. പുള്ളിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്ന നമ്മുടെ അയ്യപ്പൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം. അതായത് അയ്യപ്പനും ശബരിമലയിൽ ഇരിക്കുന്ന ശാസ്താവ് അയ്യപ്പനും വാവരും തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ആദ്യം ശത്രുക്കളായിരുന്നു. ആദ്യം അതെ, കണ്ണപ്പൻ്റെ അടുത്തോളം ആദ്യം ശത്രുക്കളായിരുന്നു. അതിനുശേഷം ഭയങ്കര സുഹൃത്തുക്കളായി. അതിനുശേഷം അയ്യപ്പൻ ഇവിടെ ഒരു യുദ്ധം നടന്നിരുന്നു. അതിനുശേഷമാണ് അയ്യപ്പൻ വാവറസ്വാമിക്ക് ഇരിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഇരിപ്പിടം സ്ഥാനമാണത്. അതാണ് പള്ളി. ഇതാണ് വാവര്, ഇതാണ് വാവര് പള്ളി. അതായത് ശബരിമലക്ക് പോകുന്നതിന് മുന്നേ ധർമ്മശാസ്താവിനെ കാണാനായിട്ട് ആദ്യം കാണുന്നത് വാവര് സ്വാമിനെയാണ്. വാവര് സ്വാമിനെ കണ്ടതിന് ശേഷം മാത്രമേ അയ്യപ്പനെ കാണാൻ പാടുള്ളൂ എന്നുള്ളൊരു ശാസ്ത്രമുണ്ട്. അതായത് ഇവിടെ ജാതി മതം ഇല്ല. അതായത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പോണമെന്നുള്ള ആ ഒരു ഭയങ്കര പ്രശ്നം നടന്നില്ലേ, ആ സമയത്ത് ഒരു പെൺകുട്ടി വീഡിയോ ചെയ്ത്, പിന്നെ പെൺകുട്ടികൾക്ക് അവിടെ പോകണ എന്നാ കൊള്ളാം, അവിടെ കയറി അങ്ങോട്ട് പോകുമ്പോൾ വാവറപള്ളിയും കൂടെ ഉണ്ട്, അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന വാവറപള്ളിയാണ് ഈ കാണുന്ന ഇത്. രണ്ടും നേരെ ഇവിടെ വാവരിന് നേരെ തന്നെ ഓപ്പോസിറ്റ് ആണ് പേട്ട ശാസ്താവ് ഇരിക്കുന്നത്. ജാതി മതം ഇല്ലാത്തൊരു സ്ഥലമാണ്. വണ്ടി നോക്കേ, കടുത്ത സ്വാമി. ഇതാണ് കറുത്ത സ്വാമി. അതായത് അയ്യപ്പന് വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പന്റെ അമ്പലവും അയ്യപ്പന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് കടുത്ത സ്വാമി. അപ്പൊ സ്വാമിയുടെ ഇരിപ്പിടമാണ് ഇത്. കഴിഞ്ഞിട്ടാണ് ഇതിനുള്ളിലാണ് അയ്യപ്പന്റെ പേട്ടതുള്ളൽ. ഇവിടെ നിന്നാണ് പേട്ട ശബരിമലയിലേക്ക് പേട്ടതുള്ളി പോകുന്നത്. ഇവിടെ നിന്നാണ്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെയാണ്. ആദ്യമായിട്ട് ശബരിമലയിൽ വരുന്ന ആളുകൾ, അതായത് കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ആദ്യമായിട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് പേട്ട തുള്ളിയിട്ട് വേണം, വാവർ സ്വാമിയെ കണ്ട് വണങ്ങിയിട്ട് വേണം ശബരിമലയിലേക്ക് പോകാം. ഇതാണ് ശബരിമലയിലേക്കുള്ള റൂട്ട് കേട്ടോ. ആ റൂട്ടാണ് ശബരിമലക്ക് പോകുന്നത്. വാവര് പള്ളിയാണിത്. ചക്കുനി ഭാഗ്യമുണ്ട്, വാവര് പള്ളി
പേട്ട ശാസ്താവിനെയൊക്കെ കാണാം. പക്ഷെ ശബരിമലക്ക് മാത്രം കയറാൻ പറ്റില്ല, പോവും ഞാൻ 60 സമയമാകുമ്പോൾ 60 പോയാൽ. വയസ്സാകുമ്പോൾ. ഓക്കെ, അപ്പം നമുക്കിനി കിളവിയാകുമ്പോൾ മമ്മയുടെ സമയത്ത് മമ്മ എന്ന് പറഞ്ഞാൽ വടി കൊത്തി പോകും. ഭയങ്കര തിരക്കാണ് ഇവിടെ. എന്ന് വെച്ചാൽ തിരക്ക്. ഇതാണ് ഇങ്ങോട്ടാണ് കേട്ടോ ശബരിമലക്ക് പോണ റൂട്ടാണിത്. ഇങ്ങോട്ട് ശബരിമലയാണ്. കോട്ടയം ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോട്ടയം, ഇവിടെ നിന്ന് അങ്ങോട്ട് ശബരിമല, പത്തനംതിട്ട, തിരുവനന്തപുരം, അങ്ങനെ. പോവാന്നാ ഞങ്ങള് വാവൽസ്വാമിക്ക് നേർച്ചയിടാൻ പോണേ. വാവൽസ്വാമി ഇരിക്കുന്ന സ്ഥലം ഇതിൻ്റെ ഉള്ളിലാണ് സ്വാമിനെ ഇരുത്തിയിരിക്കുന്നത്. ഇത് കാണിക്കുകയും ചെയ്യാം. വാവരെന്ന് കണ്ട, നേരെ പേട്ട ശാസ്താവ് കണ്ട, അയ്യപ്പൻ നിക്കണ കണ്ട, വാവര് വെള്ളിട നേര് കണ്ട, അയ്യപ്പനാണ്, പേട്ട ശാസ്താവാണ് ആയിരിക്കുന്നത്. കണ്ട, അയ്യപ്പൻ്റെ ഒറ്റ ചങ്ങാതിയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രാജ്യം കൊള്ളയടിക്കാനായിട്ട് വന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞത്. പക്ഷെ പിന്നീട് അയ്യപ്പനായിട്ട് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ടായി, എന്നെ കാണാൻ വന്ന എൻ്റെ സ്വാമികൾ നിന്നെ ആദ്യം കണ്ടിട്ടേ എൻ്റെ അടുത്തേക്ക് വരുവുള്ളൂ. ചക്കു ബൈക്ക് അവിടെ ഇരിക്കണം, നോക്കണം. വാ, ബാഗൊക്കെ ഉണ്ട്, മതി. അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് യാത്രയാണ്. ഇതാണ് പള്ളി കേട്ടാ. ഇവിടുന്ന് ഇങ്ങനെ ശബരിമല റൂട്ടാണിത്. ഇത് പേട്ട ശാസ്താവ് അയ്യപ്പൻ.